റിങ് ചെയ്യും, എടുക്കൂല. ഈ ഗേറ്റ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കുന്ന പരിപാടി ഇല്ലല്ലോ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാന്ന് വെച്ചാ ഫോൺ എടുക്കൂല. ആരെയാ വിളിക്കുന്നേ? സിദ്ധോളിയനെയാണോ? ഓ, നിന്റെ അളിയനെ തന്നെ. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? നിന്റെ അളിയനെ വരെ ഇപ്പൊ കേശിച്ചേണ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് സ്വന്തം ഭർത്താവ് എവിടെങ്കിലും പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും എന്റെ അഞ്ചത്തോട്ട് നന്നായിരിക്കും. പിന്നെ അല്ലാണ്ട് എടാ, നീയല്ലേ സിദ്ധുവിനെ ജംഗ്ഷനിൽ കൊണ്ട് ശീലിപ്പിച്ചത്? അവിടെ കൊണ്ടിട്ട് ആശാത്ത കുറെ ആൾക്കാരെ കമ്പനി ആക്കി കൊടുക്കും. ഇപ്പൊ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരണം എന്നൊന്നും ചിന്തയൊന്നും ഇല്ല അവന്. അങ്ങനെ കുറച്ച് ഫ്രീഡം കിട്ടിക്കോട്ടെ വിചാരിച്ചാൽ അവിടെ കൊണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തത്. സ്ഥലത്തോടൊക്കെ ഒന്ന് തന്നാണ്ടല്ലോ. ഞാൻ നോക്കി, ഞാൻ അങ്ങോട്ടല്ലേ ഇറങ്ങിയാ പോകും ഞാൻ. നീ എവിടെ പോവാ? നീ ഇവിടത്തെ ലൂപ്പിൽ തന്നെയാ. പറച്ചില് മാത്രമേ ഉള്ളൂ പോകുന്നൊക്കെ. സാധനങ്ങളൊക്കെ തീർന്നു. സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതണ്ടായോ? ലിസ്റ്റ് അമ്മൂമ്മ എഴുതിക്കോ, ഞാൻ തന്നെ എഴുതണമെന്നുണ്ടോ? അത് ഞാൻ എഴുതിയാൽ ശരിയാവത്തില്ല, നീ എഴുതിയാലേ ശരിയാവത്തുള്ളൂ. ആ ലിസ്റ്റ് എഴുതിയാലും ശരി തന്നെ. ഒരു 5-6 സോപ്പ് മേടിക്കണേ. നീ ഇപ്പൊ സോപ്പ് നിന്ന് തുടങ്ങിയോ? അത് തിന്നാൻ പറ്റുമായിരുന്നെങ്കിൽ അവനതൊന്നും തിന്നേനെ. അമ്മമ്മ, ബട്ടർ വേണം, ജാമ് വേണം, പിന്നെ നൂഡിൽസ് വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേണം കേട്ടോ. കഴിഞ്ഞോ ലിസ്റ്റ്? അല്ല, ഐസ്ക്രീം അതും വേണം. അത് മെസ്റ്റാ. മെസ്റ്റോ? മസ്റ്റ്. ആ, ആര് പറഞ്ഞ ചേച്ചി അന്വേഷിച്ചോണ്ടിരുന്ന ആളല്ലേ? മഞ്ഞ വരവ് നോക്കിക്കേ. നീ വിളിച്ചിരുന്നാ? നീ വിളിച്ചപ്പോഴേ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. അതാ ഫോൺ എടുക്കാൻ. എന്താ വിളിച്ചേ? ജംഗ്ഷനിൽ പോയതായിരുന്നു. ആരെ കാണാൻ പോയതാ? അല്ല, എന്തിനു പോയതാ? ആരെയൊക്കെ കണ്ടു? അവിടുന്ന് ചായ കുടിച്ചോ? അതോ അതുവഴി വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയോ? എത്ര ചോദ്യങ്ങളാ ചേച്ചി ചോദിക്കുന്നേ? അതിനൊക്കെ സിദ്ധോളിയൻ എങ്ങനെ ആൻസർ തരും? ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ബാസ്യങ്ങളെ കണ്ട്. അപ്പൊ ബാസ്യങ്ങൾക്ക് ഒരേ നിർബന്ധം, ഞാൻ ബാസ്യങ്ങളുടെ കൂടെ ഇരുന്നൊരു ചായ കുടിക്കണോ. പിന്നെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൂടെ ഇരുന്നൊരു ചായ കുടിച്ചു. അവൻ കാശ് വല്ലതും ചോദിച്ചോ? കാശൊന്നും ചോദിച്ചില്ല, പക്ഷെ ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ചോദിക്കും. ഈ ഫോൺ വിളിച്ചെടുക്കാൻ അറിയാൻ പാടില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ലേ വിളിച്ചുകൊണ്ടിരിക്കണത്? കുഴിപ്പടത്തുനിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചോണ്ടിരുന്നത്. ലച്ചു, കുഴിപ്പള്ളത്തേക്ക് പോകുന്ന വഴിക്കാണെങ്കിലും മരുന്ന് വാങ്ങിക്കാമല്ലോ. അതെനിക്കറിയാം, എന്നാലും ഫോൺ വിളിച്ചൊന്ന് എടുത്തോടെ. അതെങ്ങനെയാ? വരെ ഇപ്പൊ വീട്ടുകാരെ ഒന്നും ശ്രദ്ധയില്ലല്ലോ. സിദ്ധോളിയ, മിഠായി മേടിച്ചായിരുന്നോ? അയ്യോ, മറന്നുപോയി. മറക്കും, നീ മറക്കും. സ്വന്തം കൊച്ചിന്റെ കാര്യം പോലും ഓർമ്മയില്ല, പിന്നെയാണ് പാറുവിന്റെ കാര്യം. അല്ലെങ്കിലും വരപ്പ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ലല്ലോ. അമ്മമ്മേ വാ, ലിസ്റ്റ് ഇടാം. ഞാൻ വരുന്ന അമ്മമ്മ. പിന്നെ ബട്ടർ മേടിക്കണം കേട്ടോ അമ്മമ്മ. ഞാനും പറഞ്ഞ അല്ല, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഓരോ സാധനം കാണൂല.